2012 അതായത് ഒരു വ്യാഴവട്ടത്തിന് മുമ്പേ ഇവിടെ വന്ന് അപ്പോൾ വന്നിട്ട് ഇവിടെ ക്ലാസ് എടുക്കുകയും മാത്രമല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ആ സമയത്ത് പറഞ്ഞ പോലെ ഞാൻ ആവർത്തിക്കുന്നില്ല അല്ലെ പറഞ്ഞില്ലേ. അപ്പം ഗാന്ധി പ്രതിമയുടെ ആ ഒരു എന്താ ഫിനിഷിങ് കണ്ടുകൊണ്ടാണ് അതൊക്കെ നന്നായിട്ട് ചെയ്ത് കണ്ടിട്ടാണ് എനിക്കൊരു ആശ വന്നത്. നമുക്ക് ഏതായാലും ബാങ്കിൻ്റെ സ്പോൺസർ അല്ല ഫൗണ്ടറിൻ്റെ നമ്മുടെ ബാങ്ക് സ്ഥാപിച്ച ശ്രീ അമ്മയമ്പാട് പൈയുടെ പ്രതിമ ചെയ്യണം. അപ്പോൾ അത് എല്ലാം ഭംഗിയായി കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മനോരമയുടെ ലേഖനം ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ, കാരണം എൻ്റെ സുഹൃത്താണ്, മാത്രമല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ശരിക്കും നല്ല ന്യൂസാണ്. ഈ മലയോര മേഖലയിൽ പൈനൊന്നും ഇത് ഇങ്ങനെയെല്ലാം കവറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശരിക്കും സ്ഥലം കുറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ വരാതെ, ഇല്ലെങ്കിൽ കൂടുതൽ വന്നില്ലെന്ന് അറിയാൻ ആദ്യം തന്നെ എനിക്ക് അറിയിച്ചു. അപ്പോൾ പേപ്പറിനെ ആകെയാണ്. അപ്പോൾ എന്താ എല്ലാം കൊണ്ടും നല്ലൊരു പബ്ലിസിറ്റി ഉണ്ട്. കാരണം അത് പ്രധാനം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം ആൾക്കാരെ അറിയണം, എന്നാലാണ് പുതിയ പുതിയ വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇത് സമൂഹത്തിന് താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ശരി ചെയ്യുക. ഈ സ്ഥാപനം തന്നെ നിലകൊള്ളുന്നത്. ഇന്ത്യ ഒട്ടാകെ 594 ജില്ലകളിൽ ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആസക്തികളാണ് ഉള്ളത്. പഠിച്ച് പോയി കഴിഞ്ഞുകൊണ്ട് മാത്രം അവർ വിജയം ആവുന്നില്ല. ശരിക്കും ഇന്ന് ആവശ്യം മാർക്കറ്റിംഗ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് നടത്തിയിട്ടായിരുന്നു. അതിന് വളരെ ആൾക്കാരെ വന്നു. അത് നല്ല പറയാം. അതായത് നമ്മൾ നടത്തിയ പ്രോഗ്രാം ഒരു മുതൽ മുടക്കില്ലാതെ എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റും. കാരണം ഇന്ന് യൂട്യൂബ് മറ്റുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉപയോഗം ചെയ്ത് ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെലവഴിച്ച് കഴിഞ്ഞാൽ ഇന്ന് വ്യൂവേഴ്സിനെ കിട്ടിയിട്ട് കാശ് ലക്ഷങ്ങൾ സമ്പാദിക്കാം. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിയുണ്ട്. ഒരു ക്ലാസ് തന്നെ നടത്തുന്നതാണ് ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ് കണ്ടെടുത്തു. അപ്പോൾ അതിനെ കുട്ടികൾ തന്നെ 5000-ലധികം ആൾക്കാരൊക്കെ ഫോളോവേഴ്സും അതായത് ഹിറ്റപ്പും കാണുന്ന അദ്ദേഹം പൈസ ഇപ്പോൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചാർട്ടർ കൊണ്ടുണ്ടായിരുന്നു അന്നത്തെ ക്ലാസ് നയിച്ചത്. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായി. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇത്രയും അവർക്കൊരൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കുന്നത്. അപ്പോൾ എങ്ങനെ അത്യാധുനികമായിട്ട് നമുക്ക് സാംസ്കാരികപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ആൾക്കാരെ നമ്മുടെ താഴെക്കടയില്ലാതെ എങ്ങനെയായിരുന്നില്ല ഉയർത്തിക്കൊണ്ടുവരണം. ഒരു നല്ല നാളെ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടത് അതുപോലെ കഴിവും വേണം. ഇവിടെ ഒരു സ്കില്ല് പഠിക്കാൻ വരുമ്പോൾ അവർക്ക് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്ത്യത്തിന് ഊന്നിപ്പിക്കുന്നതല്ലേ. ഞാനിവിടെ വരുന്ന കുട്ടികളുടെ കഴിവുകൾ മറ്റുള്ള മേഖലയിലെ കഴിവുകളാണ് മാക്സിമം അത് അറിഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിനെ പറ്റിയ സാറുമാരും അതുകൊണ്ടാണ്, അല്ലാണ്ട് വിജയിക്കില്ല. സാറുമാരാണ് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ ബാബു ഇവിടെ ഇത്രയും ദിവസം താമസിച്ചാണ് അവർ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളിത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക, എല്ലാവരും ഒരു മാതൃകയായി വളർത്താൻ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യണം എന്നാണ് നമുക്ക്. അതുപോലെ രമേഷ് ജി അവർ ഞാൻ ഇന്നലെ അറിഞ്ഞത് 35-36 ലേഡീസിന് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി കൊടുക്കുന്നു. അതായത് അവിടെ ശില്പനിർമ്മാണം മറ്റുള്ള കരകൗശല സാധനങ്ങളുടെ നിർമ്മാണമായിട്ട് 36 ലേഡീസിനാണ്, സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. കാരണം അവരെ അതുപോലെ ദേശീയ അവാർഡ് വിന്നർ, അതായത് ഇതുവരെ സംസ്ഥാന അവാർഡ് വിന്നറാണ്. അപ്പോൾ എല്ലാം കഴിവുള്ള ആൾക്കാരെ നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഇവിടെ മാക്സിമം യൂട്ടിലൈസ് അതേ ഞാൻ പറഞ്ഞു. 48 മണിക്കൂർ കൊണ്ട് നിങ്ങളിരിക്കാം. നാളെ രാത്രിയിൽ നമ്മൾ പറയുന്നത് ആഫ്റ്റർ 10 or 11 ഉണ്ട് 10 രാത്രി up to 11 you are there for what of your there for okay so utilize maximum. അപ്പോൾ സുഹൃത്തിനെ നമുക്ക് ഉപയോഗിക്കാം, അന്വേഷിക്കാൻ ഉപയോഗിക്കാം. ഇവിടെ കൈയിറക്കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര. അപ്പോൾ അത് ഇന്നത്താവും ശീലമാണ്. ഇത് പരമ്പരാഗതമായ കുടുംബ തൊഴിലാണെങ്കിൽ നമുക്ക് ഉണ്ടാവും, ആ ഒരു ജീവനുണ്ടാവും. വേറെ തരത്തിൽ സിദ്ധമാണ് എക്സ്പെർട്ടാണ്. ഓക്കെ.